കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. പേരാമ്പ്ര സ്വദേശി അനുശ്രീക്ക് പ്രസവ സമയത്ത് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെന്നും ഡോക്ടർമാർ മോശമായി പെരുമാറിയെന്നുമാണ് പരാതി. ചികിത്സാ പിഴവ് മൂലം അനുശ്രീക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. പേരാമ്പ്ര സ്വദേശിയായ അനുശ്രീ പ്രസവ സംബന്ധമായ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സൂരജിനെയാണ് സമീപിച്ചിരുന്നത്. 9ാം മാസത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് സ്വാഭാവികമാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് അനുശ്രീ പറയുന്നു. തുടർന്ന് ജനുവരി 13-ന് പ്രസവ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 18-നായിരുന്നു പ്രസവം. എന്നാൽ പ്രസവ സമയത്ത് ചികിത്സയിൽ പിഴവുകളുണ്ടായെന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെന്നുമാണ് പരാതി. അസഹ്യമായ വേദന വന്നപ്പോഴും ചികിത്സിക്കുന്നതിനു പകരം മോശമായി പെരുമാറിയെന്നും ആരോപണമുണ്ട്. എന്നെ ആരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും സിറ്റുവേഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു സീനിയർ ഡോക്ടർ വന്നിട്ടോ അല്ലെ ആരെങ്കിലും ഒരാൾ ഒരു തവണ വന്നിട്ട് എൻ്റെത് പോട്ടേന്നെങ്കിലും വിചാരിക്കണം. എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരൂല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല. അത്രയും ബ്ലീഡിങ് ആയിട്ടും കണ്ടീഷനായിട്ടും എൻ്റെ ബോധം പോയിക്ക്. എന്നിട്ട് അവരൊരാൾ അമ്മ അവിടുന്ന് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് ഓടി വന്നത്. അത് വേറെ ഒരാൾ നോക്കിയിട്ടില്ല. പ്രസവ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന PG ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ തന്നോടും അമ്മയോടും മോശമായി പെരുമാറി. ഡോക്ടറുടെ അശ്രദ്ധ കാരണം ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നു. ജനിച്ചു 10 മാസം കഴിഞ്ഞിട്ടും ബുദ്ധിപരമായ വളർച്ച കുഞ്ഞിനുണ്ടായിട്ടില്ല. ഇപ്പോഴും കുഞ്ഞിനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയാണെന്നും കുടുംബം പറയുന്നു. നിലവിൽ 5 സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞിന് ഞാൻ ഒരുമിച്ച് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് മര്യാദയ്ക്ക് കുട്ടീനെ എടുക്കാനോ ആക്കാനോ ഒന്നും പറ്റില്ല. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. ജോലിക്കൊന്നും പോകുന്നുമില്ല. രാത്രി ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ കുഞ്ഞിനെ നോക്കുന്ന ഹസ്ബൻഡാണ്. എല്ലാ മാസത്തിലും ഒരു 10 ദിവസമെങ്കിലും മിനിമം മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യിക്കും. കുട്ടിയുടെ കണ്ടീഷനും നിലവിൽ കുട്ടി വായിലൂടെ ഭക്ഷണം കഴിക്കാനോ ട്യൂബിലൂടെയാണ് ഭക്ഷണം. സാധാരണ ഒരു കുട്ടി ചിരിക്കുന്ന പോലെ ചിരിക്കാനോ കളിക്കാനോ ഒന്നും കുട്ടിക്ക് സാധിക്കുന്നില്ല. ഇതുവരെയായിട്ട് കുട്ടിക്ക് ഒരു തുള്ളി പാല് പോലും വായിലൂടെ കൊടുക്കാൻ പറ്റില്ല. കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്ത് ജനിച്ച അന്നുള്ള ആ അവസ്ഥയിലാണ് ഇന്നും. കുട്ടിക്ക് ജനിക്കുമ്പോൾ ഓക്സിജൻ കിട്ടാത്തതാണ് ഈ ഒരു പ്രശ്നം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ഒരു സമയത്ത് കുട്ടിയുടെ കഴുത്തിൽ 2 കയലയിൽ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് അനുശ്രീയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ഇവർക്ക് പിന്തുണയുമായി ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. എത്രയും വേഗം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.